Dr. Matthew Kiruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday, time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kiruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840, Parsons Mead, West Croydon. പാടുമെന്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായി ഏറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ. ശാന്തനാകൂ, വിശ്രമിക്കൂ, സന്തോഷിക്കൂ, അത്ഭുതകരമായ ജീവിതത്തിൽ ചുവടുവെക്കൂ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കിടന്ന് ചഞ്ചലപ്പെടാതെ, കിടന്ന് നെട്ടോട്ടമോടാതെ, അന്താളിച്ച് മനസ്സിനകത്ത് അസ്വസ്ഥത പൂണ്ട് ഓടി ഒന്നും നടക്കാത്തൊരു ജീവിതമല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഒന്ന് ചാരിയിരുന്ന് വിശ്രമിച്ച് സമാധാനം പ്രാപിച്ച് അപ്പോൾ തന്നെ അതിലൂടെയുള്ള ജയം, കർത്താവിൻ്റെ അത്ഭുതകരമായ വഴിനടത്തൽ, സന്തോഷിക്കുമ്പോഴുള്ള ജയം നമ്മൾ ആസ്വദിക്കാൻ പോകുകയാണ്. ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ ദൈവവചനം കേൾക്കാൻ പോകുന്നത്. ശാന്തനാകൂ, വിശ്രമിക്കൂ, സന്തോഷിക്കൂ, അത്ഭുതകരമായ ജീവിതത്തിൽ ചുവടുവയ്ക്കൂ. കർത്താവിനെ അറിഞ്ഞ ശേഷം കുറച്ച് പാട്ടുകളൊക്കെ എഴുതാൻ എനിക്ക് കർത്താവ് കൃപ തന്നു. അതിൽ പല പാട്ടുകളും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി വേളകളിൽ എഴുതിയ പാട്ടുകളാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ അങ്ങ് കൊട്ടാരക്കര ആ ഭാഗത്ത് എവിടെ ഒരു കൺവെൻഷന് പ്രസംഗിച്ച ശേഷം മടങ്ങി വരികയാണ്. പക്ഷെ ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുമ്പോഴും അന്ന് രോഗികൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഭവനം നിരവധി പ്രശ്നങ്ങളാൽ നീറുക, വലയുക. രോഗങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒന്നിനും വിടുതലായിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിൽ അകത്തൊരു വലിയ സമാധാനമുണ്ട്. സമാധാന സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവിൻ്റെ ആ സമാധാനം പ്രസംഗിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലും അത്ഭുത സമാധാനവും വിടുതലും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എൻ്റെ ഭവനത്തെ കർത്താവ് വിടുവിച്ചു. അതാണ് വിശ്വാസത്തിൻ്റെ ഉറപ്പ്. അങ്ങനെ കൊട്ടാരക്കരയിലൊരു പ്രസംഗത്തിന് ശേഷം ഞാൻ മടങ്ങി വരുമ്പോൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്ന ഒരു KSRTC ബസ്സിലാണ് രാത്രിയിൽ ഞാൻ വരുന്ന വഴിയിൽ എൻ്റെ ഉള്ളിൽ മുഴുവൻ പ്രശ്നങ്ങളാണ്. വീട്ടിൽ 100 കാര്യങ്ങൾ, ആ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിലും കർത്താവിനെ അങ്ങ് സ്തുതിക്കുക. ബസ്സേലിരുന്നുണ്ട്, കർത്താവേ സ്തോത്രം, യേശു എനിക്ക് മതിയായവനാ എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുമ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് നിറവിലായി ഒരു ഈണത്തോടുകൂടെ ഒരു ഗാനം എൻ്റെ നാവിൽ വന്നു. ആ പാട്ടിങ്ങനെയാണ്: സന്തോഷം കൊണ്ടെൻ്റെ ഉള്ളം തുള്ളിയിടുന്നതാൽ സന്താപനാളുകളെ ഞാൻ മറന്നു, എൻ്റെ സന്താപനാളുകളെ ഞാൻ മറന്നു. സന്തോഷം കൊണ്ട് എൻ്റെ ഉള്ളം തുള്ളുന്നതിനാൽ സന്താപനാളുകളെ മറന്നെന്ന് പറയുമ്പോൾ സന്താപനാളുകൾക്കകത്താണ് ഞാൻ. പക്ഷേ അതൊന്നും മനസ്സിലോട്ട് വരുന്നില്ല. വേറൊരു തലത്തിലങ്ങ് നടക്കുക. മുഴുവൻ വിഷയങ്ങളാണ്. എൻ്റെ വീട്ടിലോട്ട് വന്നാൽ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും വിടുതലായില്ല. പക്ഷേ അന്തരംഗത്തിൽ വലിയൊരു സമാധാനം.
പലരും വിചാരിക്കുന്ന കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴേ പ്രശ്നങ്ങളെല്ലാം അങ്ങ് തീരും. ചിലർ പറയും ഞാൻ 7 വെള്ളിയാഴ്ച അവിടെ മീറ്റിങ്ങിന് പോയി നോക്കും, കിട്ടിയില്ലേ പിന്നെ. അങ്ങനെ സമയബന്ധിത പ്രോഗ്രാമൊന്നുമില്ലത്. ഒരു വെള്ളിയാഴ്ച പോലും പോകണ്ട, യേശുവേ എൻ്റെ ജീവിതത്തിലൊന്ന് വരണമേ എന്ന് പറയുമ്പോൾ തന്നെ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ആദ്യ ഹൃദയത്തിൽ വരും. പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴാണേലും നമ്മൾ ഫിലിപ്പിയ ലേഖനം 4:4 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എല്ലാവർക്കും വളരെ സുപരിചിതമായൊരു വാക്യമാണ്, എങ്കിലും ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. സന്തോഷിപ്പീൻ എന്ന് പൗലോസ് ശ്ലീഹ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകമാണ് ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫിലിപ്പി ലേഖനം എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹ ജയിലിൽ കിടക്കുക. അത്ര രസകരമായ സാഹചര്യമൊന്നും അല്ലല്ലോ ജയിലിൽ. ഏതായാലും ചുറ്റും കുറ്റവാളികൾ കിടക്കുന്നു, തൻ്റെ തുടർന്നുള്ള വിധി എന്താണെന്ന് അറിയത്തില്ല, തൻ്റെ സഭകൾ, താൻ മുഖേന സ്ഥാപിതമായ സഭകളുണ്ട്, അവിടുത്തെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കി, എങ്ങനെ ശാന്തമായിട്ടിരിക്കാൻ പറ്റും? പക്ഷേ അവിടെ ശാന്തമായിരുന്നു വിശ്രമിക്കുക. അപ്പോൾ ഫിലിപ്പിയിൽ പൗലോസും ശീലാസും പോയി സുവിശേഷം അറിയിച്ചു. നമുക്കറിയാം, ഒരു വെളിച്ചപ്പാടത്തി സ്ത്രീ, ഒരു മന്ത്രവാദിനി സ്ത്രീ, അവർക്ക് വലിയൊരു മാനസാന്തരം ഉണ്ടാകുന്നു, അവരിലുള്ള പൈശാചി ബന്ധനം അഴിയുന്നു. തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം ഈ പൗലോസിനെയും ശീലാസിനെയും അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട ഫിലിപ്പിയിലെ കാരാഗൃഹത്തിൽ അവരെ ആക്കുക. അപ്പോൾ ഫിലിപ്പിയക്കാർക്കറിയാം സംഭവമല്ല. ഫിലിപ്പിയിൽ ആദ്യകാലത്ത് വിശ്വസിച്ചവർക്കറിയാം. പൗലോസ് ശീലാസും ജയിലറയ്ക്കുള്ളിലായി. ജയിലറയ്ക്കകത്തിട്ടപ്പോൾ അയ്യോ ഞാൻ ഇവിടെ വരേണ്ട സ്ഥിതി വന്നല്ലോ എന്ന് രണ്ടുപേരും കൂടെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നതായിട്ടല്ല നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ പൗലോസ് ശീലാസിനെ നീ കാരണം ഇതുണ്ടായി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ചുമത്തുന്നതും കാണുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തോടും ഒരു പിറുപിറുക്കുന്നില്ല, ഞങ്ങളെ എന്തിനാ ഇങ്ങോട്ട് വിട്ട്, ഒരു ചോദ്യവുമില്ല. അതെല്ലാം ദൈവ പദ്ധതിയാണെന്ന് അവർക്കറിയാം. അവരെന്ത് ചെയ്യുക? അവർ രണ്ടും കൂടെ അർദ്ധരാത്രിയായപ്പോൾ പാടി സ്തുതിക്കുക. ഞാൻ ആ ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ 25-ാം വാക്യം മുതൽ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. കാരാഗൃഹ പ്രമാണി ഉറക്കുണർന്ന് കാരാഗൃഹത്തിൻ്റെ വാതിലുകൾ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞുവെന്ന് ഊഹിച്ച് വാളാൽ തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അപ്പോൾ പൗലോസ്, നിനക്കൊരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ താട്ട് വായിക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞു. തലേനാൾ പൗലോസിനെ ശീലാസിനെ വളരെ അടിച്ച് മുറിവേൽപ്പിച്ചിരുന്നു. ആ മുറിവൊന്നും അവർക്ക് വിഷയമല്ല. അവർ ആ അർദ്ധരാത്രിക്ക് ഇരുട്ടിൽ കർത്താവിനെ പാടി സ്തുതിക്കുക. ഇന്ന് തന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രശ്നങ്ങളുടെ അർദ്ധരാത്രിയിലാണോ? ജീവിതത്തിൻ്റെ ഒരു ഇരുട്ടിലാണോ? ബിസിനസ്സിൽ അതുപോലെ ഒരു അർദ്ധരാത്രി സമാനമായ കാര്യത്തിലാണോ? ഞാൻ ഉറപ്പ് പറയാം, ഇവിടെയാണ് പാടി സ്തുതിക്കേണ്ടത്. വെറുതെ അങ്ങ് ഒരു സൈക്കോളജിക്കലി അല്ല. യേശു എനിക്ക് വേണ്ടി ഉണ്ട്, എനിക്കൊരു ദോഷവും വരത്തില്ല എന്ന് പറഞ്ഞൊന്ന് എഴുന്നേറ്റ് പാടി സ്തുതിച്ച് മതിയെന്നേ താടിക്ക് കൈ കൊടുത്തിരുന്നത്. മതി. ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി കണ്ണുനീരൊഴുക്കിയിരുന്നത്. ഒന്ന് രണ്ടുപേരും കൂടെ കൈ കോർത്ത് സ്തുതിച്ച് അത്ഭുതം നടക്കാൻ പോവുക. അവരുടെ ചങ്ങലകൾ അഴിഞ്ഞു, ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ കാരാഗൃഹ പ്രമാണി സ്ഥാനപ്പെടുക, ആ കുടുംബം കർത്താവിലായി. നമുക്കറിയാം, ആ മന്ത്രവാദിനിയായിരുന്ന സ്ത്രീ, അവളും കർത്താവിലായി. ഞാൻ വിശ്വസിക്കുന്നു അന്ന് ഇവിടെ ആ തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന തടവുകാരുടെയും ചങ്ങല അഴിഞ്ഞു. അപ്പം നമ്മൾ ചങ്ങലയിൽ കിടക്കുകയാണെങ്കിലും, നമ്മൾ പ്രശ്നത്തിൽ കിടക്കുകയാണെങ്കിലും, നമ്മളൊന്ന് സ്തുതിക്കാമെങ്കിൽ മറ്റ് പ്രശ്നത്തിൽ കിടക്കുന്നവർ കൂടെ വിടുതല. ഒരു വീട്ടിൽ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഒരാൾ പറയുക, എന്തിനാണ് ജീവിക്കുന്നത്, ചത്താ മതി എന്ന് എനിക്ക് തോന്നുകയാണെന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഒരു വ്യാപാര ശക്തി അവിടെ ഉണ്ടാവും. ആ വീട്ടിൽ മുഴുവനും മരിച്ചാൽ മതിയെന്ന് തോന്നും. പക്ഷേ എന്നാ പ്രതിസന്ധിയാണെങ്കിൽ ആ വീട്ടിൽ ഒരാൾ, ഒന്നും സാരമില്ല, ദൈവം വിടുവിക്കും, കർത്താവ് മതിയായവനാ എന്ന് പറഞ്ഞ ഒരു ബലത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരു ദൈവശക്തി വ്യാപരിക്കും. എൻ്റെ വാക്കുകളിൽ തന്നെയാണ് പിശാചും പ്രവർത്തിക്കുന്നത്, ദൈവവും പ്രവർത്തിക്കുന്നത്. എൻ്റെ നിരാശയുടെ വാക്കുകൾ, ഭയത്തിൻ്റെ വാക്കുകൾ, പ്രതീക്ഷ കൈവിട്ട വാക്കുകൾ കേൾക്കാൻ നോക്കിയിരിക്കുക, സാത്താൻ അവിടെ ചാടി വീഴുകയാണ്. എന്നാൽ എൻ്റെ വിശ്വാസത്തിൻ്റെ വാക്ക്, എൻ്റെ ധൈര്യത്തിൻ്റെ വാക്ക്, കർത്താവിലുള്ള ആശ്രയത്തിൻ്റെ ഒരു വാക്ക് പറയുമ്പോൾ സ്വർഗം അവിടെ ഇറങ്ങി വരും, ദൂതന്മാർ ഇവിടെ ഇറങ്ങി വരും, ഭൂകമ്പം ഉണ്ടാവും, ചങ്ങലകൾ പൊട്ടും,
തകർന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഫിലിപ്പിയയിൽ ആദ്യം കർത്താവിൽ വന്നത്, അവിടെ നമ്മളൊരു ലുദിയായെ കാണുന്നുണ്ട്, ഒരു മന്ത്രവാദിനി സ്ത്രീയെ കാണുന്നുണ്ട്, തുടർന്ന് ഈ ചങ്ങലക്കാരായി കിടന്ന കുറ്റവാളികളുണ്ട്, കാരാഗ്രഹ പ്രമാണിയുണ്ട്, ഇവരെല്ലാം കൂടെ കൂടിയതാ സഭ. ഇതാ സഭ. സഭയ്ക്കകത്ത് കള്ളനുമുണ്ട്, പോലീസുമുണ്ട്, കാരാഗ്രഹ പ്രമാണിയുണ്ട്, തടവുകാരുമുണ്ട്, ഒരു ലുദിയ എന്ന ഒരു ബിസിനസ്സുകാരി സ്ത്രീയുമുണ്ട്, മന്ത്രവാദിനിയുണ്ട്. നോക്കുക, യേശു ക്രിസ്തുവിനെ വിടുവിക്കാൻ കഴിയാത്ത ഒരു കൂട്ടരുമില്ല. എല്ലാ കൈപിടിയപ്പെട്ടവരെയും കർത്താവ് വിടുവിക്കും. നിങ്ങളെന്നെ കേൾക്കുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കാൻ കാരണം നിങ്ങളിൽ കർത്താവിന് പ്രതീക്ഷ പോയിട്ടില്ല. ലോകം പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കാണും. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കർത്താവിലൊരു സുവിശേഷത്തിലൊരു കൂട്ടുപ്രവർത്തകൻ ഒരു മദ്യപാനത്തിൽ തകർന്നൊരു വ്യക്തിയെ രക്ഷിക്കാൻ പുറകെ നടക്കുക. അയാളെ 1-2 തവണ ആ സഭയെ കൊണ്ടുവന്നു, ആരാധനയ്ക്ക് കൂടി. പക്ഷേ അടുത്ത ദിവസം പിന്നെ ഇയാൾ പോയി മദ്യപിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ നാട്ടുകാർ ചോദിക്കുക, നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇയാളെയൊക്കെ ചുമന്നാൽ നിങ്ങൾ നാറും കേട്ടോ, ഇയാളുടെ പുറകെ ഇനി നടക്കരുത്. പക്ഷേ ഈ പുറകെ നടന്നയാൾ മദ്യപാനത്തിൽ നിന്ന് വിടുതലായ ആളാണ്. അദ്ദേഹം പറഞ്ഞു, എന്നെ ദൈവദാസന്മാർ എന്തുമാത്രം ചുമന്നുകൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ ആയെന്നറിയാമോ? നോക്കൂ, നാട്ടുകാരും വീട്ടുകാരും ആ ആളിൽ പ്രതീക്ഷ തീർന്നെന്നാണ് പറയുന്നത്. ഇയാളെ ചുമക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ യേശു പ്രേരിപ്പിച്ചുകൊണ്ടല്ലേ ആ സുവിശേഷകൻ പുറകെ പോയത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷ പോയിട്ടില്ല. നോക്ക്, ആ ഫിലിപ്പിയ സഭയിൽ ഈ കുഴപ്പക്കാരെല്ലാം വന്നു. അതൊരു പാട്ടിൻ്റെ ഫലമാകട്ടോ. ആ പ്രതിസന്ധിയിൽ അവർ തളർന്നില്ല, പ്രതികൂലത്തിൽ അവർ ഭാരപ്പെട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിലിപ്പിയായിലുള്ള സഭക്കാർക്കെല്ലാം അറിയാം, പൗലൂസും ശീലാസും ഞങ്ങളുടെ സഭ സ്ഥാപിച്ചവർ പ്രശ്നത്തിൽ തളരുന്നവരല്ല, അവർ പ്രശ്നത്തിനകത്ത് പാട്ട് പാടുന്നവരാണ്. ഇപ്പം വീണ്ടും പൗലൂസിൻ്റെ അടുത്ത കാരാഗ്രഹവാസ കാലത്ത് ഈ ഫിലിപ്പിയക്കാർക്ക് ലേഖനം എഴുതുക. ഈ സഭക്കാർക്ക് പണ്ടേ അറിയാം പൗലൂസ് ജയിലിൽ പോയാൽ പാടുന്നയാളാണ്, പ്രതിസന്ധികളിൽ തളരാത്ത ആളാണ്. നമ്മുടെ ഈ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ മറക്കരുത്, വിശ്രമിക്കുക, സന്തോഷിക്കുക, അത്ഭുതം പ്രാപിക്കുക. ശാന്തനാകുക, വിശ്രമിക്കുക, സന്തോഷിക്കുക, അത്ഭുതകരമായ ചുവടുകൾ വെക്കുക. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് ലീഹ 4:4 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ, നന്ദിയർപ്പണത്തോടെ ആ വാക്കിൻ്റെ അർത്ഥം, താങ്ക്സ് ഗിവിങ് എന്ന് പറഞ്ഞാൽ ലഭിച്ചെന്നുള്ള ഉറപ്പുണ്ടപ്പോഴാണല്ലോ താങ്ക്സ് പറയുന്നത്. കിട്ടി, നന്ദി അർപ്പണത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ പൗലൂസ് ലീഹ ഈ ജയിലിൽ കിടക്കുമ്പോൾ ഈ ദൈവസമാധാനത്തിൽ ചാരി വിശ്രമിക്കുക. ഈ ഒരു ശാന്തത കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുന്നു. ഒരിക്കൽ എൻ്റെ അടുക്കൽ കോട്ടയത്ത് ഞാൻ ടെൻറ്റിൽ നിൽക്കുമ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അദ്ദേഹത്തിന് ഏകദേശം, എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു 16 ലക്ഷം രൂപ കടത്തില്ല. താനൊരു ബിസിനസ് ചെയ്തു, വലിയ പ്രശ്നത്തിലാണ്. എന്നിട്ട് ഈ ഭാര്യ വന്നതിനോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭർത്താവ് ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷ നേടാൻ കിണഞ്ഞു ശ്രമിക്കുക, ഭയങ്കര പ്രശ്നമാണ്. അതിലുപരി ഇദ്ദേഹത്തിന് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്തൊരു ഭാരവും ആകുല ചിന്തയും തന്നെ പിടിച്ചിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞ കാര്യം എല്ലാവരോടും പറയട്ടെ, കടവുമുണ്ട്, കടഭാരമുണ്ട്. കടമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കൊടുത്തു തീർക്കാനുള്ള ആ തുക. എന്നാൽ കടഭാരമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം കണ്ണിന് മുമ്പിൽ അങ്ങോട്ട് ആംപ്ലിഫൈ ചെയ്ത് വലിയ ഭീമാകാരമാക്കി സാത്താൻ കാണിക്കുന്നു. നീ തീർന്നട, ഇതോടെ നീ തീരാൻ പോവുക, നീ ജീവിച്ചിട്ട് കാര്യമില്ല, നിൻ്റെ പേര് നാട്ടിലെല്ലാം ഇതാകാൻ പോവുക, നിന്നെ കൊല്ലും, തകർക്കും എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് വലിയൊരു ബീഭത്സമാക്കി കാണിക്കും. അത് കണ്ട ഭയക്കുന്നു. അതൊരു പൈശാചിക ബന്ധനമായി ഭാരമെന്ന് പറയുന്നത്. അതാ പൗലൂസ് പറഞ്ഞ, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ ഇത് കർത്താവിൽ കൊടുത്തേ, നിങ്ങൾ ചിന്തിച്ചാലും ഒന്നും നടക്കത്തില്ല, നിങ്ങളൊന്ന് ഫ്രീ ആയിക്കേ എന്നാണ് പൗലൂസ് പറയുന്നത്. അപ്പോൾ ആ സഹോദരൻ വളരെ, അദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ വലിയ ഭാരമാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് കേവലം കടപ്രശ്നമല്ല, ഇതൊരു പൈശാചിക ബന്ധനമാണ്. ആ സാമ്പത്തിക പ്രശ്നമല്ല പ്രോബ്ലം, അത് നിമിത്തം വന്ന ഭാരത്തിൽ ഒരു പൈശാചിക ശക്തി കടന്നു കയറുകയാണ്. തുടർന്ന് ഞങ്ങളവിടെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ സഹോദരൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഇയാൾ മോഹാലസ്യപ്പെട്ടങ്ങ് താഴെ വീണു. കുറേ നേരം തറയിൽ അവിടെ കിടന്നു. എന്തോ ഒരു ശക്തി തന്നിൽ നിന്ന് വിട്ടുപോയി.
എഴുന്നേറ്റ് വന്നത് കണ്ണൊക്കെ തുറന്ന് വന്നിട്ട് പറയും, എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഇറങ്ങിപ്പോയി, എനിക്ക് ഭയങ്കര ഒരു ഫ്രീഡം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ എന്തോ തോന്നുന്നു, എനിക്ക് ഇപ്പോൾ ആ വലിയൊരു ആശങ്ക തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ മീറ്റിങ്ങിന് ശേഷം അവരെന്നെ ഓടി വന്ന് കണ്ടിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഭർത്താവ് അന്ന് തന്നെ പോയി സമാധാനമായിട്ട് ഉറങ്ങി. മാത്രമല്ല ഇപ്പോൾ തനിക്ക് വലിയൊരു ഭാരം അങ്ങ് മാറി, ഈ കാര്യം തീരുമെന്നുള്ളൊരു ഉറപ്പ് കിട്ടി. പ്രിയരെ, നമ്മൾ കിടന്ന് ആശങ്കപ്പെട്ട് ഓടിയത് കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇംഗ്ലീഷിൽ ഐ വിൽ ഗീവ് യു റെസ്റ്റ് എന്ന, വിശ്രമം തരാം എന്നാണ് പറഞ്ഞത്. വിശ്രമം തരാം. അവിടെ വാസ്തവത്തിൽ കർത്താവ് നമ്മുടെ മനസ്സിലോട്ട് വരുന്ന അധ്വാനിക്കുന്ന വലിയ ചാക്ക് ചുമക്കുന്നവരും അല്ലെങ്കിൽ ആ ചുമട അവർക്കും കർത്താവ് ആ വിശ്രമം കൊടുക്കും. പക്ഷേ അവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് മനപ്പീഡകളാൽ ചിലരൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേന് അവരെ കാണാനോടും പിന്നെ ഇവരെ കാണാനോടും പിന്നെ അവിടെ നടക്കുന്നില്ലെന്ന് കാണുമ്പോൾ അയ്യോ പൊത്തോ വെച്ച് അങ്ങോട്ടോടും. ആ ഒരു ഓട്ടം ഉണ്ടല്ലോ, ആ നെട്ടോട്ടം എന്ന് പറയും. അവിടെ നിന്നേ, ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിയോടാണ് കർത്താവ് പറയുന്നത്, അവിടെ നിന്നേ, ആ ഓട്ടം നിർത്തിക്ക്, ഒന്ന് കർത്താവിനെ വിളിച്ച് അത്ഭുതം നടക്കുന്ന കാണാം. ഐ വിൽ ഗീവ് യു റെസ്റ്റ്. ഈ റെസ്റ്റ് എന്ന പദവും തിരുവചനത്തിൽ ഈ അനുഭവത്തെക്കുറിച്ച് ദൈവവചനത്തിൽ എടുത്തു പറയുന്നൊരു വേദഭാഗമുണ്ട്. എബ്രായ ലേഖനത്തിൽ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഈ അധ്യായം മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം നിങ്ങൾ എപ്പോഴും വായിച്ചാൽ അതിൻ്റെ തുടക്കം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഇത് സ്വർഗീയമാകുന്ന സ്വസ്ഥത, നിത്യസ്വസ്ഥതയാണെന്ന് നമുക്ക് തോന്നിപ്പോവും വായിച്ചാൽ. പക്ഷേ ആ ഭാഗം കൺക്ലൂഡ് ചെയ്യുന്ന 9-ാം വാക്യത്തിലാണ് ആ ഒരു ആശയം. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. അപ്പം ഈ ശബത്ത് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സ്വസ്ഥതയുടെ ദിവസമാണ്. ദൈവം 6 ദിവസം കൊണ്ട് സകലവും സൃഷ്ടിച്ച ശേഷം 7-ാം ദിവസം സകല പ്രവൃത്തിയിൽ നിന്നും നിവൃത്തനായി സ്വസ്ഥത അനുഭവിച്ചു. അതിനെ ശബത്ത് എന്നാണ് യഹൂദന്മാർ വിളിക്കുന്നത്, ശനിയാഴ്ച. അതുകൊണ്ട് യഹൂദന്മാരുടെ നിയമം ഇതായിരുന്നു, ശനിയാഴ്ച ദിവസം ഒരു വേലയും ചെയ്യരുത്. മൃഗങ്ങൾ പോലും അന്ന് വിശ്രമിക്കണം. അത് വാസ്തവത്തിൽ ദൈവം മനുഷ്യന് കൊടുത്ത, മനുഷ്യൻ 7 ദിവസം കടന്ന് ഓടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടാൽ ശരീരത്തിനൊരു വിശ്രമം കൊടുക്കാതിരുന്നാൽ ശരീരത്തിൻ്റെ സിസ്റ്റം തന്നെ ബ്രേക്ക് ഡൗൺ ആവും. എന്തെങ്കിലും അസുഖമോ പ്രശ്നങ്ങളൊക്കെ വരും. ഒരു മൃഗത്തിനായതിനെപ്പോലെ റെസ്റ്റ് ആവശ്യമുണ്ട്, ഒരു എൻജിന് റെസ്റ്റ് ആവശ്യമുണ്ട്, അല്ലേ? അപ്പോൾ ആ റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം. മനുഷ്യൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവനെ നിർബന്ധിച്ച് ചെയ്യിച്ചില്ലേ അവൻ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ശബത്ത് ദിവസം എന്തെങ്കിലും വേല ചെയ്താൽ ഇപ്പം കുഴപ്പം വരുമെന്നൊക്കെ പറഞ്ഞത് നമുക്ക് തോന്നുന്നു അതിനെ ദൈവം അങ്ങനെ പറഞ്ഞെന്ന്, അല്ലെങ്കിൽ ഇവന് ഇരിക്കത്തില്ല. പഴയ കാലത്ത് ഇങ്ങനെ ചില നിയമങ്ങൾ വെക്കുന്നത് മനുഷ്യൻ്റെ അറിവുകേട് കൊണ്ടാണ്. ഈ പണ്ടൊക്കെ ഒരു പറച്ചിലുണ്ട്, കട്ടിലേലിരുന്ന് കാലാട്ടരുത്, ദോഷം വരുമെന്നുള്ള നിലയിൽ പറയും. അപ്പം ഈ കട്ടിലേലിരുന്ന് കാലാട്ടിയാണ്ട് പ്രശ്നമാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്ത് വീട്ടിലുള്ള പ്രായമുള്ളവർക്ക് കോളാമ്പിയുണ്ട്, അത് കട്ടിലിൻ്റെ താഴെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പം കാലാട്ടിയാൽ കോളാമ്പി തട്ടി താഴെ പോകും. പക്ഷേ ഇത് ഇച്ചിരി പേടിപ്പിച്ച് പറഞ്ഞാലേ മനുഷ്യൻ കേൾക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ശബത്തിൽ നീ സ്വസ്ഥനായിരിക്കണം, നീ ന്യായമായ വേലയൊന്നും ചെയ്യരുത്. പിന്നെ അതങ്ങ് സ്ട്രിക്റ്റാക്കി യഹൂദൻ. നിയമത്തിന് വേണ്ടിയായിരുന്നു യഹൂദൻ ജീവിക്കുന്നത്, മനുഷ്യൻ്റെ സൗകര്യത്തിനാണ് നിയമം കൊടുത്തത്. കർത്താവ് പറഞ്ഞു ശബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശബത്തിന് വേണ്ടി അല്ല എന്നൊരിക്കൽ കർത്താവ് പറഞ്ഞു. ശബത്തിൽ കർത്താവ് ശനിയാഴ്ച ദിവസം ചിലരെ സൗഖ്യമാക്കിയപ്പോൾ അതൊന്നും പറ്റത്തില്ല, ശബത്തിൽ സൗഖ്യമാക്കാൻ പറ്റത്തില്ലെന്ന് അതങ്ങ് നിയമം കഠോരമാക്കി. പക്ഷെ കർത്താവ് ഉദ്ദേശിച്ചത് ഒരു റെസ്റ്റാണ്. എന്നാൽ ഇവിടെ എബ്രായ ലേഖനം 4 വായിക്കുമ്പോൾ ആ ശനിയാഴ്ച എന്ന് പറയുന്ന ശബത്തും യഥാർത്ഥ സ്വസ്ഥത മനുഷ്യർക്ക് ആകണമെന്നില്ല. തുടർന്ന് പറയാണ്, ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കുറേ നാൾ വട്ടം കറങ്ങി നടന്നു, അതിനുശേഷം അവർ കനാൻ നാട്ടിൽ പ്രവേശിച്ചത്. തുടർന്ന് പറയാം, കനാൻ നാട്ടിൽ പ്രവേശിക്കുന്നതോടുകൂടെ സ്വസ്ഥതയാകും. നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്, നമ്മൾ ആ ഒരു സഭാ ഹോള് പണിത് കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട് വെച്ച് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ പിള്ളേരെയൊക്കെ ഒന്ന് കെട്ടിച്ചിട്ട് ഒന്ന് സ്വസ്ഥനാകണം. അതുമല്ല സ്വസ്ഥത. കനാൻ നാട്ടിൽ കയറിയാലും നിനക്ക് സ്വസ്ഥതയാകത്തില്ല. സ്വസ്ഥത വീട് വെച്ചതുമല്ല, പിള്ളേരെ കെട്ടിച്ച് വിട്ടതുമല്ല, സഭാ ഹോള് പണിതതുമല്ല, ശവക്കോട്ടയെല്ലാം റെഡിയായതും ഒന്നുമല്ല സ്വസ്ഥത. കർത്താവായ യേശു ക്രിസ്തു
തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തരുന്ന സ്വസ്ഥത. അത് ജയിലറയ്ക്കകത്ത് ആസ്വദിക്കാം. തകരുന്ന കപ്പലിൽ പൗലോസ് അത് ആസ്വദിച്ചു, ജയിലറയ്ക്കകത്ത് ആസ്വദിച്ചു. തിരമാലകളാൽ വലയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർ കടന്ന് അയ്യോ പൊത്തോ എന്ന് വിളിക്കുമ്പോൾ യേശു ആസ്വദിച്ച സ്വസ്ഥത, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ സ്വസ്ഥത, അതാ കർത്താവ് നമുക്ക് തരുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന സമാധാനമാണ് ശബത്ത് അനുഭവം. അതിൻ്റെ പൂർണ്ണതയാണ് ഇനി വരാൻ പോകുന്ന നിത്യ സ്വസ്ഥത, നിത്യശബത്താകുന്ന സ്വർഗം. യഹൂദന്മാർ ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ട് ശനിയാഴ്ച ശബത്ത് ആചരിച്ചെങ്കിൽ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റത് ഒരു ഞായറാഴ്ച ദിവസമാണ്. അന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞപ്പോൾ ഈ ശബത്ത് ആരംഭിച്ചു, ഈ സ്വസ്ഥത ആരംഭിച്ചു. യഹൂദന്മാരെ ഭയപ്പെട്ടവരെ ഒരു മുറിക്കകത്തിരിക്കുകയായിരുന്നു. ആ ഞായറാഴ്ച കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, ഇതാണ് ഞാൻ തരുമെന്ന് പറഞ്ഞ റെസ്റ്റ്, ഇതാണ് എൻ്റെ ശബത്ത്. ചുരുക്കി പറഞ്ഞാൽ, തുടർന്ന് നമ്മൾ ക്രൈസ്തവ മാർഗം നോക്കുമ്പോൾ അവരെ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ ഞായറാഴ്ചകളിൽ കർത്താവിനെ ആരാധിച്ചു വന്നു. യഹൂദൻ ഒരാഴ്ച മുഴുവൻ അധ്വാനിച്ചിട്ട് റെസ്റ്റ് എടുത്തെങ്കിൽ ഇത് ആ കർത്താവിൻ്റെ സന്നിധിയിലുള്ള സമാധാനത്തിൻ്റെ ആരാധനയിൽ നിന്ന് അവർ ഒരാഴ്ച തുടങ്ങുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സമാധാനം അനുഭവിച്ചിട്ടേ എഴുന്നേറ്റ് പോകാവൂ. എൻ്റെ നിങ്ങളുടെയും കാര്യം പറഞ്ഞാൽ നമുക്കൊരു ദിവസം ഒരു പ്രശ്നമുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്. എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മുടെ അകത്തോട്ട് വരുന്ന ആ പ്രതിസന്ധിയാണ്. പിന്നെ അത് മനസ്സിൽ കടന്ന് വേവലാതി പൂണ്ട് അതുമായിട്ട് ഓടുക, അടുക്കളയിലോട്ട് ഓടി അത്യാവശ്യ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്തു, ഇതിങ്ങനെ മനസ്സിലോടുക. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മുമ്പേ അവൻ്റെ രാജ്യം നീതിയും ഒന്ന് അന്വേഷിക്കണം, മുമ്പേ അവൻ്റെ സ്വസ്ഥതയൊന്ന് അന്വേഷിക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും എന്ന് പറഞ്ഞാൽ എന്നാ ദൈവരാജ്യം? റോമർ 14:17 പറയാം, ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അപ്പോൾ മുമ്പേ ഒരു ദിവസം തുടങ്ങുമ്പോൾ, ഒരു കാര്യത്തിന് പോകുമ്പോൾ ആ സ്വസ്ഥതയിൽ വേണം തുടങ്ങാൻ. യെശയ്യാ പ്രവചനത്തിലെ ഒരു വേദഭാഗം ശ്രദ്ധിക്കുക. ഇസ്രായേൽ മക്കൾ ദൈവത്തിലുള്ളവരുടെ ആശ്രയവും ധൈര്യവും കർത്താവ് ഞങ്ങളെ നടത്തുമെന്നുള്ള ഉറപ്പ് വിട്ടിട്ട് അവരുടെ പ്രതിസന്ധിയിൽ വീണ്ടും മിസ്രൈമിലേക്ക് ഓടാൻ നെട്ടോട്ടം ഓടുമ്പോൾ അവർ കിടന്ന് നെട്ടോട്ടം ഓടുക. അവരോട് പറയുക, യെശയ്യാവ് 30:15 വാക്യം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഒന്ന് അടങ്ങിയിരിക്കാൻ, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എന്നിട്ട് അടുത്ത വാക്ക് എങ്കിലും ഇതിനൊന്നും നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങൾ കിടന്ന് കറങ്ങുകയാണല്ലോ. ഇതെല്ലാം പറഞ്ഞിട്ട് കർത്താവിൽ ആശ്രയിച്ചാലുള്ള ഗുണം, നിങ്ങൾ തന്നെ ഓടാതെ എന്നിലൊന്ന് ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കും? 21 വാക്യം, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. ശാന്തമായ ഹൃദയത്തോട് കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഒന്ന് സന്തോഷിച്ച്, ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. എന്തിനാണ് നമ്മൾ ഈ സ്തുതിക്കാനൊക്കെ പറയുന്നത്? എന്തിനാണ്? ദൈവത്തിന് പോകാനൊന്നും അല്ല. നമ്മൾ സ്തുതിക്കുമ്പോൾ കർത്താവല്ല ഉയരുന്നത്, നമ്മളാണ് ഉയരുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ ലെവലിലേക്ക് നമ്മൾ ഉയരും. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കിട്ടും. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ, ആ പൈസ കൊടുക്കാനുള്ളപ്പോൾ, ആ കുഞ്ഞിൻ്റെ വിഷയത്തിൽ കിടന്ന് നെട്ടോട്ടോടി അയ്യോ പൊത്തോ വെച്ച് അവരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് ഇവരെ കൊണ്ടും പ്രാർത്ഥിപ്പിച്ച് അവിടെ ആലോചന വെച്ച് ഇവിടെ ആലോചന വെച്ച് ഇങ്ങനെ കറങ്ങാതെ ഒന്ന് കർത്താവിൽ ആശ്രയിച്ച്, യേശുവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. അതിരാവിലെ എഴുന്നേറ്റ പ്രതിസന്ധിയുള്ള ദിവസത്തിൽ ദൈവസന്നിധിയിൽ കൂടുതലൊന്നിരുന്ന് പാട്ടുപാടി സന്തോഷിച്ച് ഹൃദയം ആനന്ദിച്ചിട്ടേ ഇറങ്ങാവൂ. മുമ്പേ അവൻ്റെ രാജ്യം ഒന്ന് അന്വേഷിച്ച്. എന്താ രാജ്യം? സമാധാനവും സന്തോഷവും. അതോടുകൂടെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലചിന്തപ്പെടേണ്ട, ഒക്കെ നിങ്ങളെ തേടി വരും. യേശു എൻ്റെ കർത്താവാകയാൽ എനിക്ക് നല്ലതേ വരത്തുള്ളൂ, എനിക്ക് ദോഷം വരത്തില്ല. എൻ്റെ ആ പ്രതിസന്ധി മാറിപ്പോയിരിക്കുകയാണ്. യേശുവിൻ്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുകയാണ്. ഞാൻ ജയാളിയാണ്. യേശുവേ നന്ദി, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, വിശ്രമിക്കുവാനും ശാന്തരായിരിക്കാനും സന്തോഷിപ്പാനും അങ്ങനെ ജയം ജീവിതത്തിൽ ആസ്വദിക്കുവാനും മക്കളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവ് വിട്ടുമാറട്ടെ, ആകുലങ്ങൾ ഭാരങ്ങൾ വിട്ടുമാറട്ടെ, ചെറിയ കാര്യങ്ങളെ വീർപ്പിച്ച് പെരുപ്പിച്ച്
ഭയപ്പെടുത്തുന്ന ദുഷ്ടൻ്റെ തന്ത്രം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഈ നിമിഷം എന്നെ കേൾക്കുന്ന വ്യക്തിയുടെ ആ പ്രതിസന്ധിക്ക് പരിഹാരമാകട്ടെ. ആ കടബാധ്യത മാറട്ടെ. ഇന്ന് ബാങ്കിൽ ചെല്ലുമ്പോൾ അനുകൂലത്തിൻ്റെ വാർത്ത കേൾക്കട്ടെ. ആ റിസൾട്ടിൽ അത്ഭുതം നടക്കട്ടെ. ആ അഡ്മിഷൻ ലഭിക്കട്ടെ. ആ പരീക്ഷയിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിന് ഇപ്പോൾ തന്നെ വിടുതലാകട്ടെ. ആശങ്ക നിമിത്തം വന്ന രോഗം, ശരീരത്തിൽ പൊള്ളൽ പോലെ വരുന്ന രോഗം ഈ നിമിഷം സൗഖ്യമാകട്ടെ. വായ്ക്കകത്ത് നുഴലുകൾ പോലെ വരുന്ന രോഗം ഇപ്പോൾ സൗഖ്യമാകട്ടെ. തല ചുറ്റുന്നത് പോലെയുള്ള അസ്വസ്ഥത മാറട്ടെ. ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ മാറട്ടെ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, മറ്റേത് രോഗത്താൽ എന്നെ കേൾക്കുന്ന വ്യക്തിയാണോ കരം നീട്ടിയതിനായി സ്തോത്രം, വിടുവിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതാ ക്രിസ്തീയ ജീവിതം. ഒന്ന് പള്ളിയിൽ പോയതോ ആരാധനയ്ക്ക് പോയതോ ഒരു ഹല്ലേലൂയ പാടിയതോ കര ഉയർത്തിയതോ ഒന്നും അല്ല ക്രിസ്തീയ ജീവിതം. കുറേ പ്രസംഗം കേട്ട് കുറിപ്പെഴുതുമല്ല. യേശു എൻ്റെ കൂടെയുണ്ട്, ഞാൻ തുള്ളിച്ചാടി ആനന്ദിക്കും എന്ന് പറയുന്ന ക്രിസ്തീയ ജീവിതം അത് മഹാസന്തോഷമാണ്. ആ കർത്താവിൻ്റെ സന്തോഷത്തിൽ മുമ്പോട്ട് പോവുക. സോ ശാന്തനായിരിക്കുക, വിശ്രമിക്കുക, സന്തോഷിക്കുക, ജയകരമായ ജീവിതത്തിൽ ചുവടുവെക്കുക. സോ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ മഹാസന്തോഷത്തിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. Dr. Matthew Kuruvilla in London, December 12, Friday, time 6 to 9 p.m. Heart to heart. You may talk to Thangur brother personally. Contact 0788 307 5018. December 13 and 14, Saturday and Sunday, time 10 a.m. to 2 p.m. Worship, healing and deliverance meeting. Town Farm Primary School, St. Mary's Crescent, Staines, Middlesex. Dr. Matthew Kuruvilla in Croydon, December 13, Saturday, time 6 to 10 p.m. Healing and deliverance meeting. Croydon Tabernacle, 3840, Parsons Mead, West Croydon. से देखो आते हैं बहते हुए खून की धार, क्रूज से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू। चरणों में आकर हाथ उठाकर करते हैं तेरे